നമ്മുടെ കർത്താവുമാകുന്ന ദൈവത്തെ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയാൽ ആ വലിയ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകുമെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ദാസനിൽ കൂടെ അതേ അഭിഷിക്ത വചനം കേൾക്കുവാന്റെ കൊണ്ട് ദൈവം ഇടയാക്കിയല്ലോ. അടുത്ത ദാസന്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയും ഇവിടെ എടുത്തതാകുന്ന ഈ സ്വത്വ വഴിപാടിനെയും ഓർത്തുകൊണ്ട് കർത്തൃദാസൻ ഷിബു പാസ്റ്റർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്തൃദാസനെ അതിന് ക്ഷണിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട പ്രിയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ കൺവെൻഷന്റെ 2ാമത്തെ ദിവസം പ്രാരംഭ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഞങ്ങളോടും ദേശത്തോടും ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഈ വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് ദേശനിവാസികൾ രക്ഷപ്പെടുവാൻ, യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുവാൻ, യേശുവിനെ അംഗീകരിപ്പാൻ, പാപമില്ലാത്ത യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഈ രാത്രി കേൾപ്പിച്ച ദൈവജനത്തിന്റെ മുമ്പാകെ കർത്താവെ മനസ്സ് തുറന്ന് യേശുവിന് വേണ്ടി കൊടുക്കുവാൻ കർത്താവ് സഹായിപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടന്ന സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വം വേണ്ടി അർപ്പിക്കപ്പെട്ട ഈ വഴിപാടിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. കരങ്ങൾ നീട്ടിയവരെ ദൈവം മാനിക്കണമേ. പോരായികളെ കർത്താവ് പരിഹരിക്കണമേ. ഈ കൺവെൻഷൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു കടം പോലും വരുവാൻ ഇടയാകാതെ വേണ്ടും തീരുവാൻ കർത്താവ് സഹായിക്കും. അതിനായി സ്തോത്രം. തുറന്നു നടക്കുന്ന മെസ്സേജിനെ ദൈവം അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ഭൃത്യനെ ശക്തമായി ഉപയോഗിക്കണമേ. ദേശത്തോട് ഇടപെടണമേ. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസ വാക്കുകൾ കേൾപ്പിക്കണമേ. അല്പനിമിഷങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ താണിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്. യേശു കർത്താവിൻ നാമത്തിന്റെ പ്രിയപിതാവേ. സന്തോഷമുള്ളവരെല്ലാം ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ ദൈവത്തെ സ്തുതിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവം നമ്മളോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്ന കരമെടുത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനായിട്ട് പോകുകയാണ്. തുടർന്നുള്ള ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത് ഫിലദൽഫിയ ഗിൽഗാൽ ചർച്ചിന്റെ ശുശ്രൂഷനായിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ അനീഷ് ഉമ്മനാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാനായിട്ടാണ് ഇവിടെ കടന്നു വരുവാൻ്റെ കൊണ്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയം ദൈവത്തിന്റെ വചനം കർത്താദാസൻ ശുശ്രൂഷിക്കുവാനായി കർത്താദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോരാ, ഇങ്ങനെയൊന്നും പോരാ. ശക്തമായ ദൈവത്തെ സ്തുതിക്കണം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ ഇന്ന് ദേശം നടുങ്ങമാരെ അതേ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം കൂടി വരുമ്പോൾ അതേ സ്തുതി സ്തോത്രങ്ങൾ അത് ദൈവത്തിന് അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന സ്തോത്രയാഗങ്ങളാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. അതേ ഞരങ്ങം മൊളിയിരിക്കുന്ന ഹല്ലേലൂയ അനുഭവങ്ങളിൽ നിന്ന് മാറി ശക്തമായി ദൈവത്തെ സ്തുതിക്കുവാൻ അതേ നാം ഈ ദേശത്ത് കടന്നു വന്നത് ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ദേശത്ത് നിന്ന് അനേകരെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ സുവിശേഷ മഹായോഗമായി വിടുതൽ മഹോത്സവമായി നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഹല്ലേലൂയ ശക്തമായി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ കൺവെൻഷന്റെ 2ാം ദിനവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ഭൃത്യൻ ഫിലദൽഫിയ ദൈവസഭയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ വർഗീസ് ജേക്കബ് അവറുകൾ, ഇന്ന് അധ്യക്ഷത വഹിക്കുന്ന പാസ്റ്റർ പി എടുക്കുള, ഞാൻ പിതാവിന് തുല്യം, അതേ എൻ്റെ ആത്മീയ ഗുരു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നെ അധികമായിട്ടും ആത്മീയ തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൈവത്തിന്റെ ദാസൻ ജോയി പാസ്റ്റർ, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ദൈവദാസനെ സ്തോത്രം ചെയ്യുന്നു. താൻ ഇന്ന് കടന്നു വന്നത് ഓർത്ത് ദൈവനാമത്തുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകർക്ക് വന്നിയുടെ പ്രദേശങ്ങളിൽ നിന്ന് ഓമല്ലൂർ എന്നും പ്രിയപ്പെട്ടവർക്ക് അനേകർ കടന്നു വന്നിട്ടുണ്ട്. അതേ ഇവിടെ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, അതേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ വേദഭാഗ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനത്തിന്റെ 2ാം അധ്യായം അതിന്റെ 8ാം വാക്യം ഒന്ന് വായിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ആമേൻ. സഹോദരൻ, ഇവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് തന്റെ സഹപ്രവർത്തകന്മാരെ ഒരാളെ തീമോഥെയോസിന് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ച വേദഭാഗം. ഇതൊരു ഇടയ ലേഖനമാണ്. മറ്റു രണ്ട് ഇടയ ലേഖനങ്ങളിൽ നിന്നും ഈ ലേഖനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ അന്ത്യലേഖനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതേ ഹല്ലേലൂയ അതിന്റെ ചരിത്ര ഭാഗത്ത് നിന്ന് ഞാൻ വിടുകയാണ്. സ്തോത്രം. ഇത് നമ്മുടെ കണ്ടന്റിലേക്ക് ഞാൻ വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് സുവിശേഷം, അത് 3 സത്യങ്ങളുടെ സംയോഗമാണ്. സ്തോത്രം. ഇന്ന് ഈ കാരമ്പേലി ദേശത്തോടെ ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയാനുള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇത് സുവിശേഷം 3 സത്യങ്ങളുടെ സംയോഗമാണ്. ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിന്റെ ജനനം, രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ മരണം, മൂന്നാമതായിട്ട് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വാച്യാർത്ഥം നല്ല വാർത്ത അഥവാ ഗുഡ് ന്യൂസ് എന്നാണ്. യേശുവിനെ കുറിച്ചുള്ള വാർത്തയാണ് നല്ല വാർത്ത. ഗോസ്പൽ ഈസ് എ പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതായത് സുവിശേഷം ഒരു വ്യക്തിയാണ്, ആ വ്യക്തി യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സുവിശേഷം യേശു ക്രിസ്തുവാണെന്ന് പറയുന്നതിന്റെ കാരണം, ഇത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു.